ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയുടെ മരണം ഇസ്രയേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഒപ്പം അദ്ദേഹത്തിൻ്റെ മകനും മരിച്ചു. അദ്ദേഹം എന്ന് പറയുന്നില്ല, അയാളുടെ മകനും മരിച്ചു എന്ന് പറയുന്നത്. അതെ അതെ, ഇസ്രയേൽ മിലിറ്ററിയുടെ വക്താവ് കേണൽ നദാവ് ഷോഷാനി എക്സിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തു. ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു ഇന്നലത്തെ ആക്രമണത്തിൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനലുകളൊക്കെ ഒരു 24-ൽ ഇപ്പോൾ വാർത്തകളുണ്ട്. പക്ഷേ നമ്മൾ പക്ഷേ രാവിലെ തന്നെ ചെയ്തു. രാവിലെ നമ്മൾ പറഞ്ഞു ഇങ്ങനൊരു സാധ്യതയുണ്ട്. അവിടുത്തെ ദായിഷ് മേഖലയിലെ റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ ഒരു കെട്ടിടം തകർത്തു. അതിന് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചത്. ഭൂമിക്കടിയിലുള്ള നിലയിലുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഭൂമിക്കടിയിലുള്ളത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റലിജൻസ് ഇൻപുട്ട് കിട്ടിയിട്ടാണ് അവിടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ തന്നെ ഉപയോഗിച്ചത്. പൊടി പോലും ഇല്ലാതെ തകർന്നുപോയി. അപ്പോൾ രണ്ടാമത്തെ നസറുള്ളയ്ക്ക് ശേഷം തലവൻ ആകാൻ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്ന ഹഷാം സഫിദീൻ എന്ന് പറയുന്ന ആളും കൊല്ലപ്പെട്ടോ എന്ന് സംശയമുണ്ട്. കൺഫർമേഷൻ വന്നിട്ടില്ല. നസറുള്ളയുടെ കൺഫേം ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ഇപ്പം ഇയാളെക്കുറിച്ച് നോക്കുമ്പോൾ ലബനീസ് തെരുവുകൾ കഴിഞ്ഞ 16 വർഷമായി സൗത്ത് ലബനോണിൻ്റെ പടിഞ്ഞാറൻ ഭാഗം ഹിസ്ബുള്ളയുടെ ഭരണത്തിന് കീഴിലാണ്. അവിടെ ഈ പ്രവാചക തുല്യനായ ഒരാളായിട്ടാണ് ഹിസ്ബുള്ള ഭീകരവാദികൾ ഈ നസറുള്ളയെ കാണുന്നത്. ഇയാൾ എന്തെങ്കിലും പൊതുവേദിയിൽ പ്രസംഗിച്ചാൽ അപ്പോൾ അവിടുത്തെ നാഷണൽ ടെലിവിഷനിൽ, ഹിസ്ബുള്ളയുടെ അധീനതയിലുള്ള ലബനോൺ മേഖലയിലെ TV ആ പ്രസംഗമാണ് എല്ലാ പരിപാടിയും കെട്ടിയിട്ടത് കേൾപ്പിക്കും. പിന്നെ മാത്രമല്ല, തെരുവിൽ ഈ ഹിസ്ബുള്ള ഭീകരവാദികളെല്ലാം ഒരുമിച്ച് റാലിയൊക്കെ നടത്തുമ്പോൾ ഭീകരവാദികളും അവരുടെ അനുയായികളും ജാഥ നടത്തുമ്പോൾ അവർ വിളിച്ചു പറയും ലാബിക് യാ ഹുസൈൻ ആൻഡ് ലാബിക് യാ നസറുള്ള എന്ന് ആണ് ഇദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നത്. ഓ ഹുസൈൻ എന്ന് വെച്ചാൽ തമ്പുരാൻ, പ്രവാചകൻ, ദൈവമാണെന്ന് തോന്നുന്നു, അറിയില്ല. ഓ നസറുള്ള, ഓ ഹുസൈൻ എന്ന് പറഞ്ഞാൽ തമ്പുരാൻ, ചക്രവർത്തി, ദൈവത്തെയാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഓ ഹുസൈൻ ഓ നസറുള്ള, അപ്പോൾ ദൈവത്തിന് തുല്യമാണ് നസറുള്ള. ഓ ഹുസൈൻ ഓ നസറുള്ള, ഐ ആം ഹിയർ ഫോർ യു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്നു എന്നാണ് ഈ ഹിസ്ബുള്ള അനുയായികളും ഹിസ്ബുള്ള ഭീകര ഭടന്മാരും അവരുടെ മുദ്രാവാക്യം പോലും അങ്ങനെയാണ്. അവരെത്രത്തോളം പ്രവാചക തുല്യനായി ഇയാളെ കാണുന്നു എന്നതിൻ്റെ തെളിവാണ് ഇവരുടെ ലാബിക് യാ ഹുസൈൻ ആൻഡ് ലാബിക് യാ നസറുള്ള എന്നുള്ള മുദ്രാവാക്യം. പക്ഷേ ആ നേതാവിനെ ഇസ്രയേലുകാർ ഹൂറികളുടെ അടുത്തേക്ക് അയച്ചു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 30 വർഷമായി ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ ഷിയ മിലിഷ്യയാണ്, ഷിയ ഭീകരവാദ സംഘടനയെ നിരന്തരം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അനിഷേധ്യനായ നേതാവാണ്. അയാളെ അനിവാര്യമായ ദുരന്തത്തിലേക്ക് അയാൾ വീണു. കാരണം ഇതിനകത്ത് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വായിക്കുമ്പോൾ സത്യത്തിൽ ഇസ്രയേലും ഇവരുമായിട്ട് ഹിസ്ബുള്ളയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. ഒക്ടോബർ 7 ഇനി ഒരു 8-10 ദിവസം കൂടിയേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ കൂട്ടക്കൊലകളിലൊന്ന്. ഇസ്രായേലിൻ്റെ അതിർത്തി ഭേദിച്ച് ഹമാസ് ഭീകരർ അവിടെ വന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെ കഴുത്ത് വെട്ടിക്കൊന്നു, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിക്കൊന്നു. അങ്ങനെ 1500ഓളം ആളുകളെ കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ഇസ്രായേൽ ഹമാസുമായി യുദ്ധം ആരംഭിക്കുന്നത്. പക്ഷേ ഒക്ടോബർ 8 മുതൽ തന്നെ ഈ ഹിസ്ബുള്ള ഭീകരർ ഇതിനിടയ്ക്ക് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലല്ല, അവിടെയും ഒരു യുദ്ധമുഖം ലബനോണിലുള്ള ഹിസ്ബുള്ള ഭീകരവാദികൾ സ്വമേധയാ തുറക്കുകയായിരുന്നു. ഹമാസ് സ്വമേധയാ തുറന്നു ഇങ്ങോട്ട് കയറി ആക്രമിച്ചതുപോലെ ഇവരുടെ അതിർത്തിയിലേക്ക് കയറി ആക്രമണം നടത്തുകയായിരുന്നു ഹിസ്ബുള്ള വിലയ്ക്ക് വാങ്ങിയതാണ്. ഹിസ്ബുള്ളയ്ക്ക് ഈ ആഗോള മുസ്ലിം സാഹോദര്യം പറയാനുള്ള അവകാശമൊന്നുമില്ല. കാരണം അവർ ഷിയാക്കളാണ്. ഷിയാക്കളും സുന്നികളും ലോകത്തെമ്പാടും ബദ്ധവൈരികളാണ്. പരസ്പരം രണ്ടു കൂട്ടരും, ഷിയകൾ സുന്നികളെ മുസ്ലിമായിട്ട് അംഗീകരിക്കുന്നില്ല, സുന്നികൾ ഷിയകളെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കുന്നില്ല. എന്നിട്ടും സുന്നികൾക്കെതിരെയുള്ള ഒരു യുദ്ധത്തിനിടയ്ക്ക്, സുന്നികളുടെ ഒരു അക്രമത്തെ ചെറുത്ത് പ്രതിരോധിച്ച് തിരിച്ചടി ഇസ്രായേൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കയറി ചെന്ന് വാങ്ങിച്ചതാണ് ഹിസ്ബുള്ള. അപ്പം നസറുള്ള കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ ഞാനിപ്പോൾ ഒരു പടിഞ്ഞാറൻ മാധ്യമത്തിൻ്റെ വെബ്സൈറ്റ് നോക്കുമ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഇറാൻ്റെ പ്രതിനിധിയാണ്. ഇറാനാണ് ഹിസ്ബുള്ള. വേറൊരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇറാൻ്റെ പാവ സർക്കാരും പാവ ആർമിയുമാണ് ഹിസ്ബുള്ള. ശരിക്കും പരാജയപ്പെട്ടിരിക്കുന്നത് ഇറാനാണ്. ഇറാന് കിട്ടിയിരിക്കുന്ന അടി അതിഭീകരമാണ്. പക്ഷേ ഈ സംഘടനയുടെ ഇതുവരെയുള്ള പ്രവർത്തനം വിലയിരുത്തുമ്പോൾ ഞാനിപ്പോൾ ഒരു പടിഞ്ഞാറൻ മാധ്യമത്തിൽ കണ്ടത് ഗാർഡിയൻ പത്രത്തിൽ, നമ്മൾ പ്രധാനമായിട്ടും ഗാർഡിയനാണ് നോക്കുന്നത്. ഗാർഡിയൻ പറയുന്നത് ഒരു സംഘടനയ്ക്കും ഇതുപോലത്തെ ഒരു അപകടം പറ്റിയിട്ടില്ല. കാരണം ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് യുദ്ധങ്ങളും തീവ്രവാദ സംഘടനകളുടെ നേരിടലും നടന്നിട്ടുണ്ട്.
ഇപ്പോൾ നോക്കൂ, ഇവിടെ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ഭീകര സംഘടന നേരിട്ട പോലെയുള്ള തിരിച്ചടി ലോകത്താരും വെച്ചിട്ടില്ല. ഏതാണ്ട് 5000-ഓളം ആളുകളുടെ അരക്കെട്ടിലിരുന്ന് പേജർ പൊട്ടിത്തെറിച്ചു. അത്രയും ആളുകൾ ഡിഫ്യൂസറായി. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 879 പേർ ആദ്യ ദിവസം തന്നെ മരിച്ചു എന്നായിരുന്നു ഹിസ്ബുള്ളയുടെ കണക്ക്. ഇസ്രയേൽ ചോർത്തിയെടുത്ത് IDF-ൻ്റെ സൈറ്റിലിട്ട് നമ്മളത് വെച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതാണ്ട് അന്ന് തന്നെ 600-ഓളം ആളുകൾ ഗുരുതരമായി പരിക്കുണ്ടായിരുന്നു. ഏതാണ്ട് 5000-ഓളം ആളുകളെ ഷെഡിൽ കയറ്റാൻ പറ്റി പേജർ ആക്രമണം വഴി. അതിനുശേഷം നടന്ന ആക്രമണങ്ങളിലും പിന്നീട് സംഭവിച്ചത് എന്താണ്? വാക്കി ടോക്കി പൊട്ടിത്തെറിക്കുന്നത്. അതിനുശേഷം നടന്ന ആ ആക്രമണത്തിലും ഏതാണ്ട് 100-ഓളം പേർ കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ടവരൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. സാധാരണ ഭടന്മാരുടെ കയ്യിലല്ല കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇരിക്കുന്നത്, ലീഡേഴ്സിൻ്റെ കയ്യിലാണ്. ഒന്നെങ്കിൽ ഒരു കമാൻഡർ, ഒരു ചെറിയ ദളത്തിൻ്റെ ഹെഡ്, എല്ലാ ഭടന്മാർക്കും. കാരണം ഹിസ്ബുള്ളയ്ക്ക് ഏതാണ്ട് 19,000 ഭടന്മാരുണ്ട്. അതിൻ്റെ ഓരോ ചുമതലക്കാർക്കാണ് ഈ എന്ത് കൊടുത്തിരുന്നത്? പേജർ കൊടുത്തിരുന്നത്. ഓരോ തട്ടിലുള്ള ലീഡേഴ്സിനാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിന് 25 പേരുള്ള ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 25 പേരിൻ്റെ ക്യാപ്റ്റന്, ആ തലവന്, ആ കമാൻഡർക്ക് ഒരു പേജർ. അപ്പോൾ അയാൾക്ക് മെസ്സേജ് കിട്ടുന്നു, അയാളുടെ ഗ്രൂപ്പ് അംഗങ്ങളോട് പറയുന്നതാണ്. അങ്ങനെ പേജർ ആക്രമണം വഴി 5000-ഓളം ആളുകളെ നിഷ്ക്രിയരാക്കി എന്ന് പറയുന്നത് 5000-ഓളം നേതാക്കന്മാരെയാണ്. അതിനുശേഷം 1 by 1 ആയിട്ട് ഈ ഡ്രോൺ മേധാവി, മിസൈൽ മേധാവി, ഡെപ്യൂട്ടി മേധാവി അവരെയൊക്കെ തീർത്തു. എന്നിട്ട് ഇപ്പോൾ ഈ നസറുള്ളയുടെ കൂടെ രണ്ടാമനാകാൻ നസറുള്ള മാറിയാൽ നമ്പർ 2 എന്ന് പറയുന്ന ഹഷാം സഫിദീനും കൊല്ലപ്പെട്ടു എന്ന് അയാളും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്ന് പറയുന്നത്. ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമനും കൂടെ തീർന്നിട്ടുണ്ട്. ഇനി ഹിസ്ബുള്ള നേരിടുന്ന പ്രതിസന്ധി ആര് നയിക്കും എന്നുള്ളതാണ്. നേതൃത്വം വരില്ല കംപ്ലീറ്റ്. അതായത് ആ ഓപ്പറേഷൻ്റെ ഒരു ചടുലത, കൃത്യത, ആസൂത്രണം മികവാണ്. ഒരു സംഘടനയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ഓഫീസ് ബെയറായിട്ടുള്ള ഔദ്യോഗിക ഭാരവാഹികളായിട്ടുള്ള ചുമതലക്കാരെ മുഴുവൻ കംപ്ലീറ്റ് തീർക്കാൻ അല്ലെങ്കിൽ നിഷ്ക്രിയരാക്കാൻ കഴിഞ്ഞു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ ഏതാണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ മറ്റൊന്ന്, ഗസയിൽ ഹമാസിനെ കുറിച്ച് കേൾക്കുന്നില്ല. ഹമാസിൻ്റെ ഹനയ്യ ഉൾപ്പെടെ ആളുകൾ തീർത്തുപോയി. സിൻവർ എവിടെയാണെന്നറിയില്ല. സിൻവർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഇതിനിടയ്ക്ക് പറയുന്നത്. ഇസ്രയേലിൻ്റെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം, ഇസ്രയേൽ DNA പരിശോധനയ്ക്കായി അവിടെ നിന്ന് കിട്ടിയ മൃതദേഹ ഭാഗം കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും പറഞ്ഞില്ല, വിവരങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഹമാസും പറയുന്നില്ല സിൻവർ എവിടെ, യഹിയ സിൻവർ എവിടെയെന്ന് അറിയില്ല. അയാളെ ഇസ്രയേൽ പിടിച്ചെടുത്ത അവസാനത്തെ ഇവരുടെ സന്ദേശം എഴുതിയിരിക്കുന്നത് അവർ എഴുതി തയ്യാറാക്കിയാണ് ഇപ്പം കത്തുകൾ ഡയറക്ഷൻസ് കൊടുത്തേക്കുന്നത്. ലാസ്റ്റ് കിട്ടിയ കത്ത് യഹിയ സിൻവറിൻ്റെ അല്ല എന്നത് നമ്മൾ മറ്റൊരു സംഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹമാസിൻ്റെ അവസ്ഥ കഴിഞ്ഞു. മാത്രമല്ല ഗസയിൽ നിന്ന് സൈന്യത്തെ ഇസ്രയേൽ പിൻവലിച്ചിട്ട് ലബനോൺ അതിർത്തിയിലേക്ക് വിടുകയാണ്. അപ്പോൾ 2 റിസർവ് ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ മറ്റു ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥിരം സൈനികരല്ലാത്ത, അവിടുത്തെ മുഴുവൻ പേരും സൈനികരാണ്, നിർബന്ധിത സൈനിക സേവനമുള്ള രാജ്യമാണ്. അപ്പോൾ അത് 2 റിസർവ് ബറ്റാലിയനെ അവർ തിരിച്ചു വിളിച്ചിരുന്നു. 6th and 228 228ാമത്തെ ബറ്റാലിയൻ, 6ാം ബറ്റാലിയൻ 2 റിസർവ് സേനകളെ ഇസ്രയേൽ തിരിച്ചു വിളിച്ച് ലബനോൺ അതിർത്തിയിലേക്ക് വിട്ടിട്ടുണ്ട്. അതായത് ലബനോണിൽ നടക്കാൻ പോകുന്നത് ഒരു കരയുദ്ധമാണ്. ലബനോൺ ആ ഭാഗം ഇപ്പോൾ എയർ സ്ട്രൈക്ക് വഴി 2000-ഓളം വ്യോമാക്രമണം അവിടെ നടത്തിക്കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു നഗരത്തിൻ്റെ ഒരു ഭാഗത്ത് 1000-ലേറെ തവണ വിമാനങ്ങൾ വന്ന് ബോംബ് വർഷിച്ചാൽ ആ പ്രദേശത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ മാത്രമല്ല, ഈ റേഡിയോ സന്ദേശം വഴി, ടെലഫോൺ സന്ദേശം വഴി മുഴുവൻ ആളുകളോടും നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. ഇന്നലെ നടക്കുന്ന ഈ നസറുള്ളയെ കൊല്ലാൻ പ്ലാൻ ചെയ്ത ഈ ആക്രമണത്തിന് മുന്നോടിയായിട്ടും ഇസ്രായേൽ സൈന്യം വളരെ മാന്യമായി ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് ഒരു മാപ്പ് കാണിച്ചിരുന്നു. സത്യത്തിൽ അതൊരു ചതിയായിരുന്നോ എന്നിപ്പോൾ സംശയമുണ്ട്. കാരണം ഞങ്ങളിത് ആക്രമിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മാപ്പ് പ്രസിദ്ധീകരിക്കുന്നു. ഇത് കേട്ടപ്പോഴത്തേക്ക് സുരക്ഷിത താവളത്തിലേക്ക് നേതാക്കന്മാർ മാറി. സുരക്ഷിത താവളം എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലെ ബങ്കറാണ്. ബങ്കറിൽ പോയി ഒളിച്ചു, എല്ലാവരും പോയി. അവിടുന്ന് ആളുകളെല്ലാം ഒഴിഞ്ഞുപോയി. ഈ നേതാക്കന്മാർക്ക് പരസ്യമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റില്ല. കാരണം ഇസ്രായേലിൽ ചാരോപകരണങ്ങളും വിമാനവും നോക്കിക്കൊണ്ടിരിക്കുക. അത് റോഡിൽ കൂടെ പോകാൻ പറ്റില്ല, കാറിൽ പോകാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? നേരെ ബങ്കറിലേക്ക് പോകും. അപ്പോൾ ബങ്കർ തകർക്കാനുള്ള പ്രത്യേക ബോംബം ഇട്ട് കൊടുത്തു. അതവർ പ്രതീക്ഷിച്ചു. കൃത്യമായി ഓടിച്ച് മാളത്തിൽ കയറ്റി അതിനകത്തിട്ട് പുകച്ചു കൊന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ കാൽക്കുലേറ്റഡ് ആയിട്ട് ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്ത് അവരുടെ ടാർഗറ്റായിട്ടുള്ള നേതാക്കന്മാരെ ബങ്കറിലേക്ക് എത്തിച്ചിട്ട് ബങ്കർ തകർക്കാനുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആ കെട്ടിടം തവിട്ട് പൊടിയാക്കി. കാരണം ഇത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നു പോയിട്ട് അവിടെ പൊട്ടുന്നതാണ്. അപ്പോൾ അടിത്തറയോടെ ഇളകി മറിഞ്ഞു പോകും. ഇതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഏതായാലും ഇത് സംഭവിച്ചു. അപ്പം നമ്മൾ രാവിലെ ഇത് പറയുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ നോക്കിയിട്ടാണ് പറഞ്ഞു. ഒന്ന്, നെതന്യാഹു പെട്ടെന്ന് ഈ മീറ്റിംഗ് അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നു. രണ്ടാമത്,
നമ്മൾ പറഞ്ഞത് ഇറാൻ്റെ പ്രസിഡന്റ് പതിവില്ലാത്ത വിധം ഇത് ഒരു പ്രതിഷേധം എല്ലാ ഇത് മര്യാദകളാണ് സീമകളും ലംഘിക്കുകയാണ്. ഇപ്പോൾ ഇത് മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഇറാനും വന്നിട്ടുണ്ട്. ഇറാൻ പറയുന്നത് ഇത് ഗെയിം ചേഞ്ചിങ് ആണ്, കളി മാറുകയാണ്, ഇസ്രായേൽ എല്ലാ കളി നിയമങ്ങളും ലംഘിച്ചിരിക്കുന്നു. എന്ത് നിയമമാണ്? ഇസ്രായേലിൽ കയറി ഇവന്മാർ ചുമ്മാ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കും, ഇസ്രായേൽ അയച്ച് കളിക്കും, ഇസ്രായേൽ പുറത്ത് പൊട്ടി, അപ്പോൾ കയറിയും കടിച്ചു. എന്ത് കളി നിയമം? ഇതല്ലേ പ്രതിരോധിക്കാൻ ആർക്കും അവകാശമുണ്ട്. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഓർക്കേണ്ടത്, ഇന്നലെ നമ്മുടെ മാധ്യമങ്ങളൊന്നും പറയാത്തതുകൊണ്ടാണ് ബിബിയുടെ പ്രസംഗം. ബിബി എന്ന് പറഞ്ഞാൽ ഇസ്രായേലുകാരുടെ പ്രിയപ്പെട്ട ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പറഞ്ഞു, ഇസ്രായേലിന് കൈയെത്താത്ത ഒരു സ്ഥലവും ഇറാനിലില്ല എന്ന് ഇറാൻ ഓർക്കണം. മാത്രമല്ല ഇറാനിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ എവിടെയും ഞങ്ങളുടെ കൈയെത്തും. എന്നിട്ട് ബിബി വളരെ വികാരവായ്പോടെ പറഞ്ഞു, കശാപ്പുശാലയിലേക്ക് കൊണ്ടുപോകുന്ന ആടുകളല്ല ഞങ്ങൾ, അവസാന ശ്വാസം വരെ ഞങ്ങൾ തിരിച്ചടിക്കും. ഇത് ഈ സഭയോടും ഐക്യരാഷ്ട്രസഭയോടും മാത്രമല്ല പുറത്തുള്ള ലോകത്തോടുമുള്ള ഞങ്ങളുടെ പ്രഖ്യാപനമാണ്. അപ്പോൾ ലോകത്ത് ആരെങ്കിലുമൊക്കെ ഇറാനെയോ അല്ലെങ്കിൽ പലസ്തീനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആയുധം കൊടുക്കാം എന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കുക, ഞങ്ങളുടെ കൈ എവിടെയെത്തും. ഞങ്ങളെ കശാപ്പ് കൊടുക്കാൻ, കശാപ്പ് കഴിക്കാൻ, കുരുതി കൊടുക്കാൻ നിങ്ങൾ കൊണ്ടുപോകുന്ന ആട്ടുംപറ്റങ്ങളായി കരുതരുത്. ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെയാണ് നസറുള്ള കൊല്ലപ്പെടുന്നത്. കാരണം അതിന് തൊട്ട് മുമ്പ് ആ ഓപ്പറേഷനുള്ള അനുമതി ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇൻപുട്ട് കിട്ടി, ഇന്നിടത്തുണ്ടെന്ന് അറിഞ്ഞു. അത് നെതന്യാഹുവിനെ വിളിച്ചു പറഞ്ഞു. നെതന്യാഹു കൊന്നു കളഞ്ഞേക്കുമെന്ന് ഉത്തരവിട്ടിട്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ കൗൺസിൽ യോഗത്തിൽ കയറിയതും പ്രസംഗിച്ചതും. അപ്പോൾ അത് ഒരു നിശ്ചയദാർഢ്യമുള്ള ആരുടെ മുന്നിലും കൂസാത്ത ഒരു നേതാവിനെ കാണിക്കുന്നുണ്ട്. ഏതായാലും 2 പേര് മാത്രമാണ് ഇന്നലത്തെ യോഗത്തിൽ, ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇസ്രായേൽ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞത്. ഒന്ന് പാകിസ്ഥാൻ, മനസ്സിലായല്ലോ. പിന്നെ 2 രാജ്യങ്ങൾ മാത്രമാണ് ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെ എതിർത്തത്. പരസ്യമായി യുദ്ധം നിർത്തണമെന്ന് സ്ലോവേനിയയും പാകിസ്ഥാനും ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ്റെ താല്പര്യം നമുക്കറിയാമല്ലോ. സ്ലോവേനിയ ഇപ്പോൾ ചെക്കോസ്ലോവാക്യ പിരിഞ്ഞതിന് ശേഷം സ്ലോവേനിയ ഏതാണ്ടൊരു ഇസ്ലാമിക പശ്ചാത്തലത്തിലുള്ള രാജ്യമായി മാറുകയാണെന്ന് സംശയമുണ്ട്. അങ്ങനെ പൂർണ്ണമായും പറയാറായിട്ടില്ലെങ്കിൽ പോലും ഏതായാലും സ്ലോവേനിയ എതിർത്തു. കുറേ ആളുകൾ നെതന്യാഹു പ്രസംഗിക്കുന്ന മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല. ഏതായാലും യുദ്ധം അനിവാര്യമാണ്. ലെബനോണിലേക്ക് ഏതു നിമിഷവും ഇസ്രായേലിൻ്റെ സൈന്യം കടന്നു കയറുമെന്ന് ഉറപ്പായി. അതാണ് ഇനി കടാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ നേതൃത്വം ഈ തട്ടുതട്ടായിട്ട് ഇല്ലാതായി പോയല്ലോ. ഇപ്പം എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഉഴറി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ മാത്രം ഹിസ്ബുള്ള ഭീകരം മാറി ആയിരിക്കാം. അവരെ സംബന്ധിച്ച് ഒന്നെങ്കിൽ അവർക്ക് ഈ താടിയും മീശയൊക്കെ വടിച്ച് കളഞ്ഞ് തോക്കൊക്കെ കളഞ്ഞ് രാജ്യത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് പോകാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കേരളത്തിൽ നിന്ന് കുറേ ആളുകളെ വേണേൽ നേതാക്കന്മാരായിട്ട് റിക്രൂട്ട് ചെയ്യാം. അങ്ങനെ ഒരു സാധ്യത. ഡിവൈഎഫ്ഐക്കാർക്ക് പോകാൻ വേണമെങ്കിൽ പോകാം, തൊഴിലവസരമുണ്ട്. കുറേ കമാൻഡർമാരുടെ ഡിവൈഎഫ്ഐക്കാർ പോകത്തില്ല, തടി കേടാവും. അത് വേണ്ട, ഇപ്പോൾ അൻവറുമായിട്ട് യുദ്ധം ചെയ്യണ്ടേ, ആളെ ആവശ്യമുണ്ട്. പക്ഷേ ഇവിടുത്തെ പലസ്തീൻ ഗസ ഷേവ് ടീമിന് ഒരവസരമുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് നായകരില്ല. തലതൊട്ടപ്പം മാത്രമല്ല താഴെത്തൊട്ട് വരെ നേതാക്കളില്ല. ബ്രാഞ്ച് തലം മുതൽ ആളുണ്ട്. അവസരമാണ്. എത്രയും പെട്ടെന്ന് അടുത്ത വണ്ടി പിടിച്ച് ലെബനോനിൽ പോവാം. പക്ഷേ ഇത് ഇറങ്ങും മുമ്പ് ഉണ്ട വന്ന് തലയിൽ വീഴാൻ സാധ്യതയുണ്ട്. പേജർ വരെ പൊട്ടുന്ന കാലമാണ്. ഏതായാലും യുദ്ധം അനിവാര്യമാണ്. തമാശയൊന്നുമല്ല, യുദ്ധം അനിവാര്യമാണ്. കാരണം ഇസ്രായേലികൾക്ക് ജീവിക്കണം. അവർ മനുഷ്യരാണ്. നമ്മളെപ്പോലെ അവർക്ക് സ്വതന്ത്രമായി അവരുടെ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാൻ. 1948 ഈ രാജ്യമുണ്ടായതിൻ്റെ പിറ്റേ ദിവസം ഇവരെ ആക്രമിച്ചു. ആലോചിച്ച് നോക്കൂ, സൗകര്യം കൊടുത്തിട്ടില്ല. ഒരു മനുഷ്യന്, ഒരു രാജ്യത്തിന് സഹിക്കാവുന്നൊരു പരിധിയില്ലേ? അവരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അത് ചിലപ്പോൾ ചിലർക്ക് പറയുമ്പോൾ കടുങ്കൈയാണെന്നൊക്കെ തോന്നാം. സഹികെട്ട് മാഷേ 48 മുതൽ തുടരുന്ന യുദ്ധമാണ്. എന്നിട്ടും അവരുടെ രാജ്യത്തെ ഈ യുദ്ധത്തിനും സ്ഫോടനത്തിൻ്റെയും ദുരന്തങ്ങൾക്കും ഇടയിലും അവരധ്വാനിച്ച് അവരുടെ രാജ്യത്തെ ലോകത്തെ ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നാക്കി മാറ്റി. അപ്പോൾ ഈ യുദ്ധമൊന്നുമില്ലാതെ സമാധാനത്തോടെ അവർ വിട്ടാൽ അവർ ലോകത്തിന് എത്ര വലിയ സംഭാവന നൽകുമായിരുന്നു. ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ഉപകരണങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് കാസർഗോഡൊക്കെ പോസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നു. ഇന്നലെ നമ്മുടെ ഒരു പ്രേക്ഷകൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഈ ഇസ്രായേലിൻ്റെ ബോയ്ക്കോട്ട് ഇസ്രായേൽ എന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്തത്. ഈ മൊബൈൽ ഉണ്ടാക്കിയത് ജൂതനാ, ഈ ഫേസ്ബുക്ക് ജൂതൻ്റെയാണ്. പഴയൊരു കഥയുണ്ടല്ലോ, മുമ്പൊരു സംഭാഷണം നമ്മൾ പറഞ്ഞാണ്. ഒരു ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ബസ്സിൽ പാട്ട് വെച്ചിരിക്കുന്നു. ഒരു ഇസ്ലാമിക പണ്ഡിതനെ പോലെ തോന്നുന്ന ഒരാൾ ചെന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു, നിങ്ങൾ ഈ പാട്ട് നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി, ശബ്ദം കൂടുതലാണോ, ശബ്ദം കുറച്ചാൽ മതിയോ? അല്ലല്ല, പാട്ട് നിർത്തണം എന്ന് പറഞ്ഞു. എന്താ കാര്യം? അത് പ്രവാചകൻ്റെ കാലത്ത് സംഗീതമില്ലായിരുന്നു, സംഗീതം ഹറാമാണ്, നിഷിദ്ധമാണ്, പാട്ട് നിർത്തിയേ പറ്റുമെന്ന് പറഞ്ഞു. ആ പാവപ്പെട്ട ഡ്രൈവർ പാട്ട് നിർത്തി, എന്നിട്ട് വണ്ടിയും നിർത്തി. അപ്പോൾ ഇയാളെ ചോദിച്ചു, എന്തിനാണ് വണ്ടി നിർത്തി?
അങ്ങ് ദയവായി ഇറങ്ങണം എന്ന് പറഞ്ഞു. എന്തിനു? ഞാൻ ടിക്കറ്റ് എടുത്തില്ലേ കയറിയ? അല്ല, പ്രവാചകൻ്റെ കാലത്ത് ബസ്സില്ലായിരുന്നു, നടന്നു പോയാൽ മതി, നടന്നോളാൻ പറഞ്ഞില്ലേ. ആ കഥ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.